യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തമാകുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റം നടത്തുന്നു. സ്ഥലത്ത് നേരിയ സംഘർഷാവസ്ഥ എന്നാണ് മനസ്സിലാക്കുന്നത്. സെക്രട്ടേറിയറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞ പോലീസ് ഈ ബാരിക്കേഡ് തകർത്ത് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗം നടത്തിയിരിക്കുകയാണ്. വി എസ് അനുരാഗ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനുരാഗ്, എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തുകയാണ്. മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചും അക്രമാസക്തമായി. പോലീസുമായി വാക്കേറ്റം നടത്തുന്ന സ്ഥിതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി. ഇതിനെ തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ ജലപീരങ്കി പ്രയോഗം നടത്തി. ഇപ്പോഴും ബാരിക്കേഡിന് മുൻപിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. നേരത്തെ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് നടത്തിയ മാർച്ച് അക്രമത്തിലേക്ക് വഴിവെച്ചതിനെ തുടർന്നുണ്ടായ കേസിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഇന്നലെ പോലീസ് രേഖപ്പെടുത്തിയത്. അറസ്റ്റ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ മാസം 22 വരെ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്. വി എസ് അനുരാഗ് ചേരുന്നുണ്ട് സെക്രട്ടേറിയറ്റിന് പരിസരത്തു നിന്നും. അനുരാഗ്, നിലവിൽ എന്താണ് സംഭവിക്കുന്നത്? മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തിയെന്നറിയാൻ കഴിയുന്നു. ഇന്നത്തെ മാർച്ചും അക്രമാസക്തമായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? സെക്രട്ടേറിയറ്റ് പരിസരത്തും DCC പരിസരത്തും വനിതാ പോലീസുകാരെ അടക്കം മർദ്ദിച്ച കേസിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തത്. 22-ാം തീയതി വരെയാണ് റിമാൻഡ്. ഇതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായാണ് ജില്ലാ കമ്മിറ്റി, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഇവിടെയും അന്നത്തേതിന് സമാനമായുള്ള സംഭവം തന്നെയാണ് നടക്കുന്നത്. പോലീസിന് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ മുദ്രാവാക്യം, പോലീസിനെതിരെ അധിക്ഷേപ മുദ്രാവാക്യം വിളിക്കുന്നു. കഴിഞ്ഞ ദിവസം കന്റോൺമെന്റ് പോലീസാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കന്റോൺമെന്റ് SHOക്കെതിരെയാണ് അധിക്ഷേപ മുദ്രാവാക്യവും ഭീഷണി മുദ്രാവാക്യവും ഇവർ വിളിച്ചുകൊണ്ടുവന്നത്. ഇവർക്കെതിരെ, സംഘടനയ്ക്കെതിരെ വന്നാൽ, യൂത്ത് കോൺഗ്രസിനെതിരെ വന്നാൽ SHO വീട്ടിൽ കിടന്നുറങ്ങില്ല എന്നുള്ളതാണ് ഇവരുടെ മുദ്രാവാക്യം. അതിനുശേഷം ഷാഫി പറമ്പിലാണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അതിലും SHOക്കെതിരെ ഭീഷണി തന്നെയാണ്. മര്യാദയ്ക്ക് ശമ്പളം വാങ്ങി പോകില്ല എന്നുള്ളതാണ് ഭീഷണി. അങ്ങനെ നിരന്തരം പോലീസിനെതിരെ ഭീഷണിയും അതുപോലെ തന്നെ പ്രകോപനവും സൃഷ്ടിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടാൻ, പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തി പ്രവർത്തകർ. ഈ ഘട്ടത്തിലാണ് പോലീസ് ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചത്. അതിനുശേഷം ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ പോലീസിന് നേരെ പാഞ്ഞെടുക്കുന്നു, വാക്കേറ്റമുണ്ടാകുന്നു, ഉന്തും തള്ളുമുണ്ടാകുന്നു. എന്തായാലും പോലീസ് ഇപ്പോഴും സംയമനം പാലിക്കുകയാണ്. അന്നും ഇത്തരത്തിലുള്ള ഒരു പ്രകോപനമില്ലാതെ പോലീസിന് നേരെ പാഞ്ഞെടുത്തിട്ടും പോലീസ് സംയമനം പാലിച്ചു. സമാനമായി തന്നെ ഇന്നും പോലീസ് സംയമനം പാലിക്കുകയാണ്. അപ്പോഴും തുടരെ പ്രകോപനം സൃഷ്ടിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഇപ്പോഴും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം തുടരുകയാണ്. പോലീസ് സംയമനം പാലിക്കുന്നു. നേരത്തെ തന്നെയും പോലീസിനെതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപ മുദ്രാവാക്യമാണ് വിളിച്ചത്. പ്രത്യേകിച്ച് കന്റോൺമെന്റ് പോലീസിനെതിരെയാണ്, കന്റോൺമെന്റ് SHOക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഭീഷണി മുദ്രാവാക്യവും ഈ പ്രസംഗത്തിൽ തന്നെ ഭീഷണി സ്വരത്തിലുള്ള മുദ്രാവാക്യവും അല്ലെങ്കിൽ പരാമർശവും ഉണ്ടാകുന്നത്. എന്തായാലും പോലീസ് സംയമനം പാലിക്കുന്നു. അല്പസമയത്തിനകം ഏത് രീതിയിൽ ഇത് മുന്നോട്ട് പോകുമെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ വനിതാ പോലീസുകാരടക്കം നിൽക്കുന്ന സ്ഥലത്തേക്ക് പ്രവർത്തകർ തള്ളിക്കയറുകയാണ്. ഫൈബർ ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ തടയുകയാണ് പോലീസ് ചെയ്യുന്നത്. എന്തായാലും ആ വഴി, അവിടെ ബാരിക്കേഡ് ഇല്ലാത്ത മതിൽക്കെട്ട് ചാടിക്കടക്കാനാണ്, സെക്രട്ടേറിയറ്റിലേക്കുള്ള മതിൽക്കെട്ട് ചാടിക്കടക്കാനാണ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. അവിടെ ഫൈബർ ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ട് പോലീസ് പ്രതിരോധം തീർക്കുകയാണ്. പോലീസിനെതിരെ വലിയ ബലപ്രയോഗമാണ് പ്രവർത്തകർ നടത്തുന്നത്. പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പോലീസിന് നേരെ പാഞ്ഞെടുത്ത പ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. 2ാം തവണയാണ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്.
തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘം ഇവിടേക്ക് എത്തിയത്. പോലീസിന് നേരെ തുടരെ പ്രകോപനം സൃഷ്ടിക്കുന്നു. വളരെ അധിക്ഷേപകരമായ മുദ്രാവാക്യമാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിളിച്ചത്. അതിനുശേഷം ഷാഫി പറമ്പിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA ആണ്. അദ്ദേഹം തന്നെ പോലീസിനെതിരെ വലിയ ഒരു പ്രകോപന മുദ്രാവാക്യങ്ങളും അതുപോലെ തന്നെ SHO മര്യാദയ്ക്ക് ശമ്പളം വാങ്ങി പോകില്ല എന്നുള്ള ഭീഷണി സ്വരത്തിലുള്ള പരാമർശവുമാണ് അദ്ദേഹം ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ നടത്തിയത്. അതിന് പിന്നാലെയാണ് പ്രകോപനമില്ലാതെ പോലീസിന് നേരെ വീണ്ടും ഈ പ്രവർത്തകർ പാഞ്ഞെടുക്കുന്നത്. രണ്ടാം തവണയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പോലീസിന് നേരെ വീണ്ടും മുദ്രാവാക്യവുമായി പാഞ്ഞെടുക്കുകയാണ് പ്രവർത്തകർ. ഉന്തും തള്ളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ആ രീതിയിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഈ സമരം മുന്നോട്ട് പോകുന്നത്.